ഹായ്, ഞാൻ കുറച്ച് കാലമായിട്ട് നമ്മുടെ പാവപ്പെട്ട ഉമ്മയെക്കുറിച്ചുള്ള കുറച്ചധികം വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളതെല്ലാം തന്നെ ഞാൻ നാട്ടുകാരോട് പറയുകയും അത് വിശ്വസിക്കാനുള്ളവർ വിശ്വസിക്കുകയും കൂടെ നിൽക്കാനുള്ളവർ കൂടെ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞത് കുറച്ച് കാര്യങ്ങളാണ്. പിന്നീട് അതിനുശേഷം എന്നെ ഒട്ടനേകം ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ ഇവരുടെ നാട്ടുകാരെന്ന് പറഞ്ഞുകൊണ്ടും ഇവരുടെ കൂടെ പഠിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടും ഇവരുടെ ഭർത്താക്കന്മാരുടെ ആൾക്കാരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ ശരിക്കും എനിക്ക് പുറത്ത് പറയാൻ വേണ്ടിയിട്ട് ഇഷ്ടമില്ലാത്ത, അതായത് അതൊക്കെയും തന്നെ ഒരു പുറത്ത് പറഞ്ഞാൽ വലിയ വിഷയങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിൽ കരുതുന്നത് ഇവർ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ, 3 മക്കളെ വളർത്തി എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ, ഞാൻ എന്തിനാണ് ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്? അവർ പറയുന്ന കാര്യങ്ങളിലെ വൈരുദ്ധ്യത മാത്രം എനിക്ക് ചൂണ്ടിക്കാണിച്ചാൽ പോരെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനതങ്ങ് വിട്ട് കളഞ്ഞതാണ്. ഇന്നും എന്നെ പലരും കോണ്ടാക്ട് ചെയ്യുന്നു ഇൻസ്റ്റാഗ്രാമിൽ എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അതവിടെ നിൽക്കട്ടെ. പിന്നെ ഇവർ ഒരു 5 മക്കളുടെ ചാരിറ്റി ചെയ്തുകൊണ്ടും ചാരിറ്റി ചെയ്യാൻ ഇവരുടെ സ്വന്തം അക്കൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ അക്കൗണ്ട് കൊടുത്തതും പിന്നീട് ഒരു സ്ത്രീയുടെ 25,000 രൂപയുടെ ബാങ്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബാങ്കിലെ ജപ്തി ക്ലോസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇവർ നടത്തിയ ചാരിറ്റിയുടെ ഫലമായിട്ട് അതിൽ നിന്ന് തട്ടിയെടുത്ത കുറച്ച് ക്യാഷ് കൊണ്ട് ഇവരുടെ മകൾക്ക് കുറച്ച് സ്വർണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എനിക്ക് സമ്മാനം കിട്ടിയതാണ്, നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ലല്ലോ, നിങ്ങൾക്കൊന്നും ഇതൊന്നും കിട്ടൂലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ഒക്കെ എന്തിനാണാവോ മുക്കിയത്? ഈ വീഡിയോകളൊന്നും നിങ്ങളുടെ വീഡിയോയിൽ കാണുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഒരുപാട് സമ്മാനം എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്ത എത്രയധികം വീഡിയോകൾ നിങ്ങളുടെ ചാനലിലുണ്ട്. ഇതൊക്കെയും തന്നെ നിങ്ങൾ അങ്ങോട്ട് യാചിച്ച് വാങ്ങിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇന്നലെ നിങ്ങൾ ചെയ്ത വീഡിയോയിൽ നിങ്ങൾക്കാരോ മൊബൈൽ ഫോൺ ഓഫർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. നിങ്ങൾക്ക് ആ ആളിൻ്റെ പേര് പറയാനുള്ള ധൈര്യമെങ്കിലും ഉണ്ടോ? ആ ഓഫർ ചെയ്ത ആളിൻ്റെ പേര് പറയാനുള്ള ധൈര്യമെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് ഓഫർ ചെയ്തിട്ടുണ്ടോ? എന്നാൽ നിങ്ങളുടെ അന്തങ്ങളും മറ്റാരുടെയൊക്കെയോ അന്തങ്ങൾ അഴിഞ്ഞാടിയപ്പോൾ, എന്നെ ആക്രമിക്കുമെന്ന് തോന്നിയപ്പോൾ എനിക്ക് സമ്മാനം തന്ന വ്യക്തി ധൈര്യപൂർവം രംഗത്ത് വരികയും എൻ്റെ മുമ്പിൽ തന്നെ എനിക്ക് രക്ഷകനായിട്ട് ആ സമ്മാനം നൽകിയത് ഞാനാണ്. എൻ്റെ മാത്രം പണം കൊണ്ടാണ് ഞാനത് വാങ്ങിച്ചത്. ഞാൻ അവർക്ക് ഇഷ്ടത്തോടെയും സ്നേഹത്തോടെയും കൊടുത്ത സമ്മാനത്തിന് വേണ്ടിയിട്ട് ചോദ്യം ചെയ്യാൻ നിങ്ങളാരാണ് എന്ന് ചോദിക്കാൻ ധൈര്യം കാണിച്ച ഒരു വ്യക്തിയാണ് എനിക്ക് സമ്മാനം തന്നിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്ക് നേരെ ചൂണ്ടിയിരിക്കുന്ന വിരൽ ഇപ്പോഴും ഞാൻ പറയുന്നത്, നിങ്ങൾ ചാരിറ്റി ചെയ്ത 5 കുട്ടികളുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നാട്ടുകാരിൽ നിന്നും പിരിച്ച പണം കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് സ്വർണം വാങ്ങിച്ചത് എന്ന കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. നിങ്ങൾക്ക് 2 ലക്ഷം രൂപയുടെ സ്വർണം തന്ന ആ വ്യക്തിക്ക് തൻ്റെ ഇടമുണ്ടോ? ഞാനാണ് ആ സ്വർണം കൊടുത്തത്, ഞാനാണ് അവർക്ക് വാങ്ങിച്ചു കൊടുത്തത്, അതിൻ്റെ ബില്ലാണിത് എന്ന് പറയാൻ ധൈര്യമുണ്ടോ? തൻ്റെ ഇടമുണ്ടോ? അപ്പോൾ സുഹൃത്തുക്കളെ സമ്പാദിക്കുക എന്നുള്ളതല്ല, ആ സുഹൃത്തുക്കൾ നമ്മുടെ ജീവിതത്തിൽ മൂല്യവത്തായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. നമ്മളെ ഒരാൾ ആക്രമിക്കുമ്പോൾ ധൈര്യപൂർവ്വം മുൻപോട്ട് വന്ന് അവർ എൻ്റെ ഫ്രണ്ടാണെന്നും ഞാൻ കൊടുത്ത സാധനമാണ് അതെന്നും പറയാൻ ധൈര്യം കാണിക്കണം. അങ്ങനെ ഒരു ആളുണ്ടോ നിങ്ങൾക്ക് സമ്മാനം തന്നിട്ടുള്ള ആരെങ്കിലും? അപ്പോൾ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പുറത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിങ്ങളതിൽ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് നിങ്ങളെ പേടിയൊന്നും ഇല്ല കേട്ടോ എന്ന്. അങ്ങനെ പേടിയില്ലാത്തത് കൊണ്ടായിരിക്കും എനിക്കിനി പറ്റില്ല, എന്നെ ടോർച്ചർ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ടത് എന്നെ പേടിയില്ലാത്തത് കൊണ്ടായിരിക്കും. എന്നെ അല്ല നിങ്ങൾ ഭയക്കേണ്ടത്,
നിങ്ങൾ ഏത് നേരവും അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നില്ലേ? ആ പടച്ച റബ്ബിനെയെങ്കിലും നിങ്ങളൊന്ന് ഭയക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ. പിന്നെ നിങ്ങൾ പറയുന്ന മറ്റൊരു കാര്യമുണ്ടായിരുന്നു, റിഷ മൊയ്തുവും ഭർത്താവും 6 മക്കളുള്ളത് കൊണ്ട് അവർക്ക് ജോലി എടുക്കാൻ സാധിക്കില്ല എന്ന്. ഇനി മുതൽ നാട്ടുകാരെ, നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ ഇഷ്ടമില്ല എങ്കിൽ നിങ്ങൾ 1 ഡസൻ മക്കളെ അങ്ങോട്ട് സൃഷ്ടിക്കുക. പിന്നെ മറ്റൊരു കാര്യം കൂടി താങ്കൾ പറയുന്നത് ഞാൻ കേട്ടു, നിങ്ങൾക്ക് 6 മക്കളുണ്ടെങ്കിൽ നിങ്ങൾ 6 മക്കളുടെ കാര്യം നോക്കി എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ജീവിക്കുക എന്ന്. ഇതാ പെണ്ണുപിള്ള, എൻ്റെ മക്കളെ കാണിച്ചുകൊണ്ട് ഞാൻ പണപ്പിരിവ് നടത്താറില്ല. പിന്നെ എൻ്റെ മക്കൾ 6 അല്ല ഇനി 60 ഉണ്ടായാലും ആ മക്കൾക്ക് ചെലവിന് കൊടുക്കാൻ എനിക്ക് തൻ്റെ ഇടവും ധൈര്യവും ഉണ്ട്. അതിനെന്ത് ജോലി ചെയ്യാനും ഞാൻ വില്ലിങ്ങുമാണ്. എൻ്റെ 6ാമത്തെ മകന് 2 മാസം പ്രായമുള്ളപ്പോൾ, അതായത് അവനെ പ്രസവിച്ച് 28 ദിവസം ഉള്ളപ്പോൾ പോലും ഞാൻ എണീറ്റിരുന്ന് തച്ച് തന്നെയാണ് എൻ്റെ കുടുംബം പുലർത്തിയിരുന്നത്. എൻ്റെ മകൻ വളരെ ചെറിയ കുട്ടിയാണ്, എന്നിട്ട് കൂടി ഞാൻ ജോലി ചെയ്ത് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ ആരുടെ കയ്യിൽ നിന്നും തെണ്ടിയിട്ടല്ല ജീവിക്കുന്നത്. അപ്പോൾ നിങ്ങളെ കാര്യം നോക്കി നിങ്ങളുടെ കാര്യം നോക്ക് എന്ന് പറയാനും വേണ്ടിയിട്ട് നിനക്ക് യോഗ്യതയില്ല. കാരണം നീ നിൻ്റെ മക്കളെ കാണിച്ചുകൊണ്ട് നാട്ടുകാരിൽ നിന്ന് തെണ്ടുകയും അതേസമയം തന്നെ ഞാനൊരു സ്ത്രീയാണ്, എനിക്കൊരുപാട് സുഖങ്ങൾ ആവശ്യമുണ്ട്, എനിക്കൊരു കല്യാണം കൂടി കഴിച്ചാൽ കൊള്ളാം, എനിക്ക് പിന്നെ എൻ്റെ ഭർത്താവ് നല്ലതാണ്, എനിക്ക് എൻ്റെ ഭർത്താവിനെ മറക്കാനും സാധിക്കുന്നില്ല, പക്ഷെ അതേസമയം എനിക്ക് ഇനി ഒരാളെ കല്യാണവും കഴിക്കണം. അത് എന്ത് തരം ന്യായമാണ്? എൻ്റെ പൊന്ന് നാട്ടുകാരെ, നിങ്ങളടുത്ത് ഞാനൊന്ന് യാചിക്കുകയാണ്, ഈ സാധനത്തിനെ ഒന്ന് പിടിച്ച് ആരെങ്കിലും കെട്ടിച്ചു കൊടു, നാട്ടുകാർക്കെങ്കിലും സ്വൈര്യം കിട്ടട്ടെ. ഇനി മറ്റൊരു കാര്യം, എൻ്റെ മക്കളെ നോക്കി ഏതെങ്കിലും മൂലയിൽ ചെന്ന് ഇരി എന്ന് നീ പറഞ്ഞതുപോലെ മുമ്പൊരിക്കൽ നീ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഭർത്താവിന് എന്തെങ്കിലും വയ്യായിക ഉണ്ടെങ്കിൽ നിങ്ങളെ ഭർത്താവിനെ നോക്കിയിട്ട് ഒരിടത്ത് ചെന്ന് ഇരിയെന്ന്. ഞാൻ എൻ്റെ ഭർത്താവിനെയും മക്കളെയും ഞാൻ തന്നെയാണ് നോക്കുന്നത്. എൻ്റെ മക്കളോ എൻ്റെ ഭർത്താവോ നാട്ടുകാരുടെ മുമ്പിൽ വന്ന് 1 ഗ്ലാസ് വെള്ളം വേണം എന്ന് പറയാത്തിടത്തോളം കാലം ഞാൻ ദ ബെസ്റ്റ് പേഴ്സൺ തന്നെയാണ്. എനിക്ക് എൻ്റെ മക്കളെയും എൻ്റെ ഭർത്താവിനെയും സംരക്ഷിക്കാനുള്ള കഴിവുണ്ട്. അത് എൻ്റെ അഹങ്കാരമാണെന്ന് എന്നെ താൻ കൂട്ടിക്കോ. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ എൻ്റെ ഭർത്താവിൻ്റെ അസുഖത്തെയാണ് പരിഹസിച്ചത്. എന്നിട്ട് നിങ്ങൾ റംസാൻ കാലം തുടങ്ങുന്ന സമയത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു റമദാൻ കാലത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടിക്കോളുമെന്ന്. ഈ റംസാൻ കാലത്ത് നിങ്ങൾ അതേ അസുഖത്തിനെ പറഞ്ഞുകൊണ്ട് കരയുന്നത് എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരെ ഭയക്കുന്നില്ല എന്ന് പറഞ്ഞാലും സൃഷ്ടാവിനെ ഭയക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ. നീ എൻ്റെ നേരെ ചൂണ്ടിയ വിരലുകൾ 1 മാത്രമായിരുന്നു, എന്നാൽ നിൻ്റെ നേരെ നീ ചൂണ്ടി വെച്ചിരുന്നത് 3 വിരലുകളായിരുന്നു. അപ്പോൾ നിൻ്റെ ആ ഒരു വിഷമവും ദുഃഖവുമൊക്കെ ആൾക്കാർ കണ്ടു. എനിക്ക് സ്നേഹതീരം തന്ന ഗിഫ്റ്റിനെ ആലോചിച്ചും നിൻ്റെ ഉപ്പാൻ്റെ അസുഖത്തിനെ ആലോചിച്ചിട്ട് ഞാൻ പരിഹസിക്കുന്നതല്ല, പക്ഷേ മറ്റൊരാളുടെ അസുഖത്തെ പരിഹസിച്ചപ്പോൾ അതേ അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് നീ തന്നെ നാട്ടുകാരുടെ മുമ്പിൽ വന്നിരുന്ന് കരയേണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഞാൻ ഇടുന്ന കമ്മ്യൂണിറ്റി പോസ്റ്റുകൾ എടുത്തു വെച്ച് വീഡിയോ ഇടുന്ന നിന്നോട് ഞാൻ വീണ്ടും ഒന്നുകൂടി ചോദിക്കുകയാണ്, നീ ഈ നാട്ടുകാരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് അസൂറ ബീവിയുടെ പേരിൽ എന്ന് പറഞ്ഞിട്ട് നീ പറഞ്ഞിട്ടുണ്ട്. നീ വിളിപ്പിച്ചത് പോലീസുകാരനെ കൊണ്ട് തന്നെയാണോ അതോ നിൻ്റെ ഏതെങ്കിലും കാക്കച്ചിമാരെ കൊണ്ടാണോ? എന്തായാലും അസൂറ ഇത്ത എവിടെ നിൻ്റെ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ആ സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് എന്തായാലും പോകുന്നുണ്ട് 2 ദിവസത്തിന് അകത്ത്. അപ്പോൾ അതിനു മുമ്പ് നിനക്ക് വേണമെങ്കിൽ അതിൻ്റെ അപ്ഡേഷൻ പൊതുജനങ്ങളെ അറിയിക്കാം. അസൂറ ഇത്ത ആ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റൊരു കേസ് അവർ കൊടുത്തിട്ട് തിരിച്ചു വരും. എന്തായാലും ഈ 6 മക്കളും അല്ലെങ്കിൽ എൻ്റെ മക്കൾ, എൻ്റെ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലമുറ ഇടുമ്പോൾ
നീ പറയുന്ന ഓരോ വാക്കിലും നിനക്ക് എന്നോടുള്ള അസൂയയാണ് കാണാനായിട്ട് കഴിയുന്നത്. അപ്പം എന്തായാലും എന്നെ ഭയമില്ല എന്ന് പറഞ്ഞവൾക്ക് എനിക്ക് ഇത്രയും മറുപടിയാണ് പറയാനുള്ളത്.